ക്യാമറ ലൈഫ് ഒന്നും ഇല്ലാതെ ക്യാമറയൊക്കെ ഓഫായി നീ ശരിക്കും വീട്ടിൽ കാരണം നമ്മൾ വിശേഷങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ, എങ്ങനെയാണ് അശ്വനി എന്താണ് സബ്സ്ക്രൈബേഴ്സിൽ ആരോടെങ്കിലും ക്രഷ് തോന്നിയിട്ടുണ്ടോ? ലാലേട്ടന്റെ കൂടെ ഇൻട്രസ്റ്റ് ഉണ്ട്. അല്ല, സബ്സ്ക്രൈബേഴ്സിന്റെ കൂടെ എന്തെങ്കിലും ക്രഷ് തോന്നിയിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോഴേ ലാലേട്ടന്റെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാലേട്ടൻ അതിൻ്റെ അകത്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ? അല്ല, അറിയാതുകൊണ്ടിരിക്കുന്നതാണ്. ലാലേട്ടൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോയെന്ന് എൻ്റെ ചോദ്യമായിരുന്നു. ഇതിപ്പോഴും എന്ന് പറഞ്ഞാൽ എന്താ പൾപ്പർ ചേച്ചി എന്തോ പറഞ്ഞിട്ട് അങ്ങനെ ഒരു സംഭവം വന്നിട്ടാ. ഇതിപ്പോൾ എല്ലാവരും അങ്ങടങ്ങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ അങ്ങ് ഫേമസ് ആക്കാൻ വേണ്ടിയിട്ടാണോ എന്നറിയില്ല. ഇവരെന്തോ ഒരു വലിയ സംഭവമാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇവരാണ് ഭയങ്കര സംഭവം ചെയ്യുന്ന വനിത. എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യണോ, നിങ്ങളെല്ലാവരും കൂടി കൊണ്ടുപോയിട്ട് ഒരു അവാർഡും കൂടി അങ്ങ് കൊടുത്തുകളാ. എന്നാൽ ഒരു അവാർഡും കൂടി കൊടുത്തുകളാ. ഇവരെന്താ ചെയ്യുന്നതെന്ന് പോലും എനിക്കറിയില്ല. പക്ഷേ ഇവരുടെ ഒരുപാട് വീഡിയോ കണ്ടതിൽ നിന്ന് ഇവർ സബ്സ്ക്രിപ്ഷനിലൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാലോ സബ്സ്ക്രിപ്ഷനിലൂടെ എന്താ കാണിച്ചു കൊടുക്കുന്നതെന്ന്. അതിൻ്റെ അകത്തെന്ന് പറഞ്ഞാൽ 300-400 എടുത്തു കഴിഞ്ഞാൽ ഇവർ കാണിക്കുന്ന ഈ സീക്രട്ട് കണ്ടന്റുകൾ കാണിക്കുമെന്നാണ് പറയുന്നത്. അതെന്താ സംഭവം എന്നൊന്നും നമുക്കറിയില്ല. കാരണം എന്ത് സീക്രട്ടാണ് ഉള്ളത്, ഒരു സ്ത്രീക്ക് എന്തെല്ലാം ഉള്ളത്, അതുപോലെ തന്നെ ഒരു പുരുഷൻ എന്തെല്ലാം ഉള്ളതെന്ന് അറിയാത്ത ആൾക്കാരൊന്നും ഇല്ല. അറിയാത്ത ആൾക്കാരുണ്ടോ? പിന്നെ എന്തിനാണെന്ന് പറയില്ല. ചില മാനസിക രോഗികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല. എനിക്ക് ചോദിക്കാനുള്ളത്, എൻ്റെ പൊന്ന് സഹോദരി, ഇതൊക്കെ നിങ്ങൾ ചെയ്തോ? ചെയ്യണ്ടെന്ന് പറയുന്നില്ല. അതുപോലെ തന്നെ ഇവരെ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾക്കാരോട് പറയാനുള്ളത്, നിങ്ങൾ ചെയ്തോ ചെയ്യണ്ടെന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷെ ഇങ്ങനെ പബ്ലിക്കായിട്ട് വന്നിട്ട് വിളിച്ച് പറയാൻ വേണ്ടിയിട്ട് കുറച്ചൊന്നും പോരാ ഉളുപ്പ്. കാരണം എന്താ അറിയാ, ആ അച്ഛനും അമ്മയും എത്രമാത്രം ചിലപ്പോഴും വിഷമിക്കുന്നുണ്ടാകും. ഇവരുടെ സബ്സ്ക്രിപ്ഷൻ പോയി, അല്ലെങ്കിൽ ഇവരുടെ ചാനൽ അടിച്ചു പോയി എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ നടക്കുന്ന സമയമാണ്. അപ്പോഴെന്ന് പറഞ്ഞ് തൻ്റെ മകൾ എന്താണ് അവിടെ ചെയ്യുന്നത്, ഇനി തൻ്റെ മകൾ എങ്ങനെയാണോ എന്നുള്ള തരത്തിൽ ആ മാതാപിതാക്കൾ, ബന്ധുക്കൾ എല്ലാവരും എത്രമാത്രം വിഷമിക്കുന്നുണ്ടാവും നിങ്ങൾക്കറിയാം. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ചിലപ്പോൾ ഇവരെ ഭയന്നിട്ടൊന്നും പറയത്തില്ല. കാരണം എന്താ വെച്ചാൽ ഇനിയിപ്പോൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇറങ്ങിപ്പോയിട്ടുണ്ടെങ്കിലോ, അല്ലെങ്കിൽ പിന്നെ ഞങ്ങളെ തിരിഞ്ഞു നോക്കാതിരിക്കുമോ, അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും അങ്ങനെ ഭയന്നിട്ട് എന്നൊക്കെ ഒന്നും പറയില്ല ചില ആള്. ഇവിടെയുള്ള സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെ തിന്നുന്ന കുറേ ആൾക്കാരുണ്ട്. ആ തിന്നുന്ന ആൾക്കാരുടെയൊക്കെ വീട്ടുകാരുടെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കൊരു ഭ്രാന്തമായ അവസ്ഥയാണ്. അവരുടെ വീട്ടിൽ സമാധാനമില്ല, അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്ന പോലെ ഒന്നും അല്ലായിരിക്കും അവർ ജീവിക്കുന്നത്. അവരൊക്കെ ജീവിക്കുന്നത് ചിലപ്പോഴെന്ന് പറഞ്ഞാൽ സമാധാനമില്ലാതെ ഒരു എങ്ങനെയെങ്കിലും ഒന്ന് ചത്ത് കിട്ടിയാൽ മതി എന്നുള്ളൊരു ഇതിലായിരിക്കും. ചിലപ്പോൾ ഈ അച്ഛനും അമ്മയും പ്രാർത്ഥിക്കുന്നത് തന്നെ ഈശ്വര എന്നെ അങ്ങോട്ട് എടുക്കണേ എന്ന് തന്നെയായിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ഇവരൊക്കെ നാണം കെടുന്നുണ്ടാവും സമൂഹത്തിൻ്റെ മുമ്പിൽ. ഒരു കല്യാണത്തിന് പോകാൻ കഴിയില്ല, അല്ലെങ്കിൽ വേറൊരു സ്ഥലത്ത് പോകാൻ കഴിയില്ല. എന്താ കാര്യം അവിടെയൊക്കെ ചോദിക്കുന്നത് ഇതാണ്, എന്താണ് നിങ്ങളുടെ മകൾ കാണിക്കുന്നത്? കാരണം വേറെ ഒന്നുമല്ല, കാരണം സീക്രട്ടായിട്ട് നമുക്ക് ചില മെസ്സേജുകൾ വരും. ആ മെസ്സേജിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ പറ്റിയിട്ടുള്ള, അതായത് ചില ആൾക്കാരുടെ വേദനകൾ നമുക്കറിയാൻ പറ്റും. പൈസ ഇഷ്ടം പോലെയുണ്ട്, കോടികൾ ഉണ്ടാക്കുന്നതെന്നാണ് പറയുന്നത്. അതുപോലെ ഇവരുടെ ഈ അക്കൗണ്ട് പോയത് കൊണ്ട് തന്നെ ഇവർക്ക് നല്ല ഭാഗ്യം തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ആ 1 കോടി എന്നുള്ളത് ചിലപ്പോൾ 2 കോടിയിൽ എത്തും. അത്രയും പാട് ആൾക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഇനി പുതിയ ചാനലിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പൾപ്പർ ചേച്ചി അങ്ങനെ എന്തോ പറഞ്ഞിട്ട് എന്നിട്ട് എനിക്കത് കൃത്യമായിട്ട് അറിയില്ല. നമ്മൾ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കണ്ടേപ്പം നമ്മൾ ഇങ്ങനെയൊക്കെ സംഭവം ഉണ്ടല്ലോ, ഇതൊക്കെയാണല്ലോ. കാരണം ചില ലൈവുകളൊക്കെ കാണാം നമ്മൾ യൂട്യൂബിലൊക്കെ, പാതിരാ ലൈവുകൾ. അതിൻ്റെ അകത്ത് പിന്നെ എന്ന് പറഞ്ഞാൽ തല തോർത്തുന്നതും അതുപോലെ തന്നെ സാരി ഉടുക്കുന്നതും പിന്നെ എന്ന് പറഞ്ഞാൽ ഇതും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴും എന്ന് പറയുന്നത് ഇത് കണ്ടട്ടാ. അപ്പോൾ അതൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ എങ്കിൽ ഇപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശകരമായിട്ട് ചില ആൾക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്നിട്ട് ഞാൻ ഇതിനിടയ്ക്ക് നോക്കുമ്പോൾ ഭയങ്കരമായിട്ട് കുലസ്ത്രീയായിട്ട് നടന്ന ഒരു സ്ത്രീ ഉണ്ട്. അവർ ഇതിനിടയ്ക്ക് നോക്കുമ്പോഴേക്ക് ലൈവിൽ നടക്കുന്നത്. എന്നിട്ട് ഇങ്ങനെ ലൈവിൽ ഞാൻ നോക്കിയപ്പോൾ അവർ പറയുകയാണ് ഇത്രയേ കാണിക്കുള്ളൂ, എനിക്ക് കാണിക്കേണ്ടെങ്കിൽ നിങ്ങൾ പേഴ്സണൽ ചാറ്റിൽ വരും. എത്ര വൃത്തികെട്ട പരിപാടിയാന്ന് അവർ പറയുന്നത്. എന്താ പറയുക, എൻ്റെ മകളെ വളർത്താൻ വേണ്ടിയിട്ട് വേറെ വഴിയില്ല, അതാണ് പറയുന്നത്. എൻ്റെ മകൾക്ക് കുറേ ഇത് വേണം. പക്ഷെ നേരെ മറിച്ച് എന്ന് പറഞ്ഞാൽ ഡിവോഴ്സ് ചില ആൾക്കാരില്ലേ, മക്കളെ ആയിക്കഴിഞ്ഞാൽ ആ നിമിഷം തന്നെ ഡിവോഴ്സ് ആകുന്ന ആൾക്കാരുണ്ട്. അതെന്തിനാണെന്നറിയാം, ഡിവോഴ്സ് ആയി കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഇവർക്ക് മാർക്കറ്റ് കൂടുതലാണ്. ഡിവോഴ്സ് ആയി കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ആരെയും പേടിക്കണ്ട. ഡിവോഴ്സ് ആയിട്ടുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ശിക്ഷ തന്നെയാണ്. അതായത് പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നാണം കെട്ട് നശിച്ചിട്ടാണ് നിൽക്കുന്നത്. അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. ഇതിൻ്റെ അകത്ത് എന്ന് പറഞ്ഞാൽ ലൈവ് ഇടുന്ന പകുതി ആൾക്കാരെന്ന് പറഞ്ഞാൽ ഡിവോഴ്സ് ആയവരോ അല്ലെങ്കിൽ ഒഴിവാക്കിയവരോ, ചില ആളെന്ന് പറഞ്ഞാൽ ഭർത്താവ് അവിടെ കിടന്നുറങ്ങുന്നുണ്ടാകും. അപ്പോഴെന്ന് പറഞ്ഞാൽ
അവനായിരിക്കും ചിലപ്പോൾ ഫോട്ടോ ഉണ്ടാക്കി കൊടുക്കുന്നത്. ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരും ഉണ്ട്. കാരണം ഉണ്ണാക്കന്മാരായ ചില ഭർത്താക്കന്മാരുണ്ട്, മണഗുണാഞ്ചന്മാരില്ലേ, അങ്ങനെയുള്ള കുറേ ടീമുകളും ഉണ്ട്. അപ്പോൾ ഇവറ്റകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആസ്വദിക്കുന്നുണ്ടാകും. ഇല്ലെങ്കിലെന്ന് പറഞ്ഞാൽ ഇവർ ഒഴിവാക്കിയവരാണെങ്കിൽ അവരൊക്കെ തലയിലും മുണ്ടിട്ടിട്ട് എല്ലാ സ്ഥലത്തും നാണം കെട്ടി ജീവിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോഴും കേരളം പോയിക്കൊണ്ടിരിക്കുന്നത്. ഉള്ള കാര്യം പറയാലോ, ഇതാണോ മക്കളെ മലയാളികൾ? ഇതാണോ മക്കളെ മലയാളി സ്ത്രീകളെ? എനിക്ക് അറിയാത്തോണ്ടിരിക്കുന്നത്. ഞാൻ പുരുഷന്മാരെ കുറ്റം പറയുന്നില്ല. കാരണം എന്താ അറിയാം, അത് വേട്ടാവളിയന്മാരാണ്. അത് മാത്രവുമല്ല, ഇവറ്റകൾ എന്ന് പറഞ്ഞാൽ തലക്ക് വെളിവില്ലാത്ത ടീമുകളാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 300 350 കൊണ്ട് കൊടുക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് ഇന്നും മനസ്സിലാകുന്നില്ല. അതായത് എന്ത് കാണാൻ വേണ്ടിയിട്ടാണ് അത്? അപ്പോൾ ഇവരെ കൃത്യമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഏകാന്തത, അതായത് ഇപ്പോഴും പ്രവാസിയൊക്കെ ആണെങ്കിൽ ഏകാന്തമായിട്ട് റൂമിൽ ഇരിക്കുമ്പോൾ ഇവരുമായിട്ട് സബ്സ്ക്രിപ്ഷനിൽ പോയി കഴിഞ്ഞാൽ അവനൊരു ആശ്വാസം കിട്ടുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ ഇതിൻ്റെ അകത്ത് വേറെ ഒരു ഇതുമില്ല. അങ്ങനെ പിന്നെന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാരുണ്ട്. ഇതിൻ്റെ അകത്ത് ഭാഷയോ കാര്യങ്ങളോ ഒന്നും പ്രശ്നമല്ലല്ലോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ കാണിക്കുമ്പോൾ എന്തെങ്കിലും ചെയ്യുമ്പോഴൊന്നും ഭാഷയൊന്നും വേണ്ടല്ലോ. അതായത് എല്ലാ സ്ഥലത്തും എന്ന് പറഞ്ഞാൽ ഒരുപോലെ തന്നെയാണ്, എല്ലാവരും ഒരുപോലെ തന്നെയാണ്. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളികൾ വേറെ അല്ലെങ്കിൽ മറ്റുള്ള ഭാഷക്കാർ വേറെ എന്നൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ വേറൊരു കാര്യവും കൂടി ഞാൻ പറയാം കേട്ടാ. ഈ സബ്സ്ക്രിപ്ഷൻ കാണിക്കുന്നത് മുഴുവൻ എന്ന് പറഞ്ഞാൽ ഇതാണെന്ന് ഞാൻ പറയുന്നില്ല. കാരണം ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ആകെ കണ്ടത് നമ്മളെ സെലിബ്രിറ്റി ചേച്ചിയുടെ കുറച്ച് ഭാഗങ്ങൾ ഇങ്ങനെ ഇങ്ങനെ കാണിക്കുന്നത് കാണാം. അങ്ങനെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അല്ലാതെ എനിക്ക് 350 ഉറുപ്പിക മുടക്കിയിട്ട് ഇതിൻ്റെ അകത്ത് കയറാൻ വേണ്ടിയിട്ട് പ്രാന്തൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത് മലയാളി സ്ത്രീകളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിഹസിക്കുന്നതാണ്. എന്നിട്ട് ഇവരെയൊക്കെ വെച്ച് എന്ന് പറഞ്ഞാൽ ഇന്റർവ്യൂ ചെയ്യുന്നവരുടെ നിലവാരം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അതായത് പണ്ട് ഒരുത്തി ഉണ്ടായിരുന്നു, ഈ റോഡ് നിറയെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂത്രമൊഴിച്ച് നടക്കുന്ന ഒരു നമ്പ്യാർ. ആ നമ്പ്യാരെ വെച്ച് പോലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർവ്യൂ ചെയ്ത ഇവിടെ കുറേ ടീമുകളുണ്ട്. ആ ഇന്റർവ്യൂ ചെയ്തിട്ട് അവരെ കൊണ്ട് എന്താ പറയിക്കുന്നത് അറിയാം. അതായത് ഇതൊക്കെ നിങ്ങളുടെ മക്കളും ഭർത്താവങ്ങളെ അവർക്കൊക്കെ അറിയാം. അതിൻ്റെയൊക്കെ ദുരന്ത ഫലം തന്നെയാണ് നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോഴൊരു 10 കൊല്ലം കൂടി കഴിഞ്ഞാലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്ന് പറഞ്ഞ അവസ്ഥ എന്താണെന്ന് ചിന്തിക്കേണ്ടി വരും. അത്രയും വളരെ മോശമായ ഒരു തലത്തിലേക്കാണ് നമ്മുടെ മലയാളി സമൂഹങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് ഞാൻ പറയുള്ളൂ. കൂടുതലും മലയാളികൾ തന്നെയാണ്, മറ്റുള്ള ഭാഷക്കാരുണ്ടോ എന്ന് നമുക്കറിയില്ല. രാത്രി ലൈവിലാണ് ഇവരൊക്കെ തുടങ്ങുന്നത്. അതുമാത്രവുമല്ല, ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ വെളിയിൽ, അതായത് പിന്നെ വേറെ എന്തെങ്കിലും തരത്തിൽ ഇവരൊക്കെ കുലസ്ത്രീകളാണ്. പിന്നെ പേരോ കാര്യങ്ങളോ ഒന്നും പറഞ്ഞുകൂടാ. പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോഴെന്ന് പറഞ്ഞാൽ അവർ വേറെ തരത്തിലാണ് പ്രതികരിക്കുക. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും ഒരു പ്രശ്നമല്ല. ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ത്രീകളൊക്കെ വന്നിട്ട് എന്തിനാണെന്ന് അറിയാം ഇന്റർവ്യൂ കൊടുക്കുന്നത്. ഇതെല്ലാവരും ഇതേ പാത പിന്തുടരണം. ഇതൊന്നും ഒരു പ്രശ്നമല്ല. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാക്കാൻ കഴിയുമ്പോഴേ ഉണ്ടാക്കാൻ കഴിയുള്ളൂ എന്നുള്ള ഒരു മെസ്സേജ് കൊടുത്തതിനോടൊപ്പം തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് എല്ലാവരെയും പ്രേരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ പ്രത്യാഘാതം അനുഭവിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കുഞ്ഞുങ്ങള്, അതുപോലെ തന്നെ അവരുടെ അച്ഛനമ്മമാര്, അങ്ങനെയുള്ള ആൾക്കാർ തന്നെയാണ്. ഒരു ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനിടയ്ക്ക് ഒരു ഇന്റർവ്യൂവിൽ കണ്ടിയാണ് ഒരു മോഡല്. ആ മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വിചാരിക്കുന്ന മോഡൽ എന്താണെന്നറിയാം, എല്ലാം അഴിച്ചു കാണിക്കില്ലാന്ന് അവരുടെ മോഡലിങ്. അങ്ങനെ മോഡലായിട്ട് നിൽക്കുന്ന അവർ പറയുകയാണ്, ഒരു ദിവസം എൻ്റെ ചാച്ചന് ഒരു ഫ്രണ്ട് കൊണ്ടുവന്ന് എൻ്റെ ഫോട്ടോ കാണിച്ചു എന്ന്. അയാളുടെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അയാളുടെ അവസ്ഥ, അയാൾക്ക് ഇതിലും നല്ലത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയിക്കുന്നില്ല, വേറെ എന്തെങ്കിലുമാണ്. എന്നിട്ട് യാതൊരു ഉളുപ്പും ഇല്ലാതെ എൻ്റെ ചാച്ചൻ വരെ കാണലുണ്ട് എന്നുള്ള തരത്തിൽ പറയണമെങ്കിൽ ആ സ്ത്രീക്ക് എന്തോ ഒരു കുഴപ്പമില്ലേ? നിങ്ങളൊന്ന് പറ, അവർ ശരിക്കും നോർമലാണോ? ഒരിക്കലും അല്ലാന്നേ ഞാൻ പറയുള്ളൂ. അപ്പം ഇതിൻ്റെ പിന്നിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൻ റാക്കറ്റുകളുണ്ട്. അതായത് മയക്കുമരുന്ന് റാക്കറ്റുകളുണ്ട്. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്ന് പറഞ്ഞാൽ മയക്കുമരുന്ന് കച്ചവടത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഇടനാഴി മാത്രമായിരിക്കാം. ഇല്ലെങ്കിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പുറകിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്താരാഷ്ട്ര ടീമുകൾ ഉണ്ടാകും. അതായത് സബ്സ്ക്രിപ്ഷനിലൂടെ എന്താണ് ചെയ്യുന്നത് എങ്ങനെയാണെന്നും നമുക്കറിയില്ല. ചിലപ്പോഴെന്ന് പറഞ്ഞാൽ പേഴ്സണൽ ചാറ്റ് വഴിയായാലും എന്താണ് ചെയ്യുന്നത് നമുക്കറിയില്ല. അവിടെ എന്ത് തരം കച്ചവടമാണ് നടക്കുന്നത് നമുക്കറിയില്ല. അങ്ങനെ പലതരത്തിലെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള എല്ലാവരും നശിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോ ഇട്ടിരുന്നു. 2040 ആകുമ്പോഴേ ഇവിടെ ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞാൽ ക്രിമിനൽസുകൾ ഉണ്ടാവും. കാരണം എന്താണെന്നറിയാം, ഇവരുടെയൊക്കെ മക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളർന്നു കഴിഞ്ഞാൽ അവർ ഏത് തരത്തിലാണ് പ്രതികരിക്കുക എന്ന് പറയാൻ കഴിയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊക്കെ ആ ഒരു മാനസികാവസ്ഥയിലാണ് പോകുന്നത്. ഇപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നോർമലാണ്, കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചോദിക്കുന്നുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷെ അവരുടെയൊക്കെ മൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് വീക്കാണ്. ഇതിനിടയ്ക്ക് എന്ന് പറഞ്ഞാൽ ഗൾഫിലെങ്ങാറ്റുള്ള ഒരു ചേച്ചി, ബിച്ചേച്ചി അങ്ങനെ എന്തോ ആണ് പേര്, ആ ചേച്ചി വന്ന് പല കാര്യങ്ങളും പറയുമ്പോഴേ ശരിക്കും പറഞ്ഞാൽ തൊലി ഒരിഞ്ഞു പോയി. കാരണം എന്താ പറയുക, ഈ മക്കളുടെ മുന്നിൽ വെച്ചാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ ഈ മക്കൾ അതിലെന്ന് പറഞ്ഞാൽ ഒരു ചെറുക്കൻ ഇങ്ങനെ തല താഴ്ത്തിയിരിക്കുന്നുണ്ട്. നമുക്കറിയാം ഒരു 10 കൊല്ലവും കൂടി കഴിഞ്ഞാൽ ആ ചെറുക്കനെ നമ്മൾ ഒന്നുകൂടി കാണുമ്പോഴേ അവൻ ഒന്നുകിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു കില്ലാടി ആയിട്ടുണ്ടാകും. ഇല്ലെങ്കിൽ അവരെ കുറ്റം പറയരുത്. അപ്പോഴും നമ്മൾ അവരെ കുറ്റം പറയരുത്. കാരണം അവരുടെ മാനസികാവസ്ഥ അങ്ങനെ ആക്കിയത് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഇവറ്റകളുടെ ഈ പിന്നെ തള്ളമാറാണ്.
അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. ഇവിടെ പലരും ഇപ്പൊ സെലിബ്രിറ്റി എന്ന് പറഞ്ഞ് ചമഞ്ഞ് നടക്കുന്നില്ലേ? ആ ചെറുക്കൻ വളർന്നു കഴിഞ്ഞാൽ അത് തലയും കുത്തോട്ടാക്കി നടക്കണ്ടേ? അതിന്റെ അതിന്റെ കൂട്ടുകാരെന്താ പറയാ? എടാ നിന്റെ അമ്മ കാണിച്ചൊക്കെ കണ്ടോടാന്ന് പറയില്ലേ? അങ്ങനെയെന്ന് പറഞ്ഞാൽ വളരെ മോശമായ തരത്തിലേക്കാണ് നമ്മുടെ നാട് പോകുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതിനെതിരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു നിയമം കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതാണ് ബെസ്റ്റ്. അല്ലാതെ എന്ന് പറഞ്ഞാൽ ഇവരുടെയൊക്കെ ഇന്റർവ്യൂവും കണ്ട് ഇവരുടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര ഇതാക്കിയിട്ട് എന്ത് കാര്യമാണ്? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എൻ്റെ പൊന്നു സഹോദരിമാരെ, നിങ്ങളെ നാശത്തിലേക്കാണ് പോകുന്നതെന്ന് ഞാൻ പറയുള്ളൂ. കോടികളൊന്നല്ല, കോടികൾ ഒരു ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരിയേണ്ടി വരും. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിലും വലിയ നടിമാരൊക്കെ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്നറിയില്ല. അതായത് പിന്നെ മദ്രാസിൽ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവം. അതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നടിയും നടിയുടെ അമ്മയും അവസാനം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് പോലും വേണ്ടാതെ പുഴുത്ത് നരകിച്ച് പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോർപ്പറേഷൻകാരും ഏറ്റെടുത്ത് കൊണ്ടുപോയിട്ടാണ് ആ മൃതദേഹം അടക്കം ചെയ്തത് എന്ന് വരെ കേട്ടിട്ടുണ്ട്. നന്ദി, നമസ്കാരം.